സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ജെൻഡർ സ്റ്റഡീസ്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്ന് നടക്കുന്നത്. ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് സെക്ഷുവാലിറ്റി? ജീവശാസ്ത്രപരവും മനഃശാസ്ത്രപരവും സാമൂഹികവുമായ നിരവധി ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ സങ്കീർണവും ബഹുമുഖവുമായ ഒരു വശമാണ് ലൈംഗികത എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറഞ്ഞാൽ മനുഷ്യ സ്വത്വത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഭാഗമായ ലൈംഗിക വികാരങ്ങൾ, ആകർഷണം, പെരുമാറ്റം എന്നിവയ്ക്കുള്ള കഴിവിനെയാണ് ലൈംഗികത എന്ന് പറഞ്ഞാൽ. മനുഷ്യ സ്വത്വത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഭാഗമായ ലൈംഗിക വികാരങ്ങൾ, ആകർഷണം, പെരുമാറ്റം എന്നിവയ്ക്കുള്ള കഴിവിനെയാണ് നമ്മൾ സെക്ഷുവാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജീവശാസ്ത്രപരവും മനഃശാസ്ത്രപരവും സാമൂഹികവുമായിട്ടുള്ള നിരവധി ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ സങ്കീർണമായിട്ടുള്ള ഒരു വശത്തെയാണ് ലൈംഗികത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ജീവശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ ലൈംഗികത പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൂടാതെ ഹോർമോൺ ജനിതക ഘടകങ്ങളുടെ സ്വാധീനമുണ്ട്. അപ്പോൾ ലൈംഗിക അവയവങ്ങളുടെ വികാസവും പ്രായപൂർത്തിയാകുന്നതിൻ്റെ ആരംഭവും ഇതിൽ പറയുന്നുണ്ട്. ഇത് സാധാരണയായി കൗമാരപ്രായത്തിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇത് ലൈംഗിക ആഗ്രഹത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും ആരംഭത്താലാണ് ഇങ്ങനെ ഒരു വികാസം ഒരു വ്യക്തിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ വ്യക്തിത്വം, മനോഭാവങ്ങൾ, വിശ്വാസങ്ങൾ, അനുഭവങ്ങൾ തുടങ്ങിയ വ്യക്തിഗത ഘടകങ്ങളാൽ ലൈംഗികത സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഒരേ ലിംഗത്തിൽ അല്ലെങ്കിൽ എതിർ ലിംഗത്തിലുള്ള ആളുകളോടുള്ള ഒരു വ്യക്തിയുടെ ആകർഷണത്തെ സൂചിപ്പിക്കുന്ന ലൈംഗികമായിട്ടുള്ള പ്രത്യേകത, ലിംഗ ഐഡൻറ്റിറ്റി, ലൈംഗിക മുൻഗണനകൾ തുടങ്ങിയ ലൈംഗിക സ്വത്വത്തിൻ്റെ മറ്റു വശങ്ങളെയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ലൈംഗികത എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ സാമൂഹികമായി നോക്കുമ്പോൾ ലൈംഗികതയെ സാംസ്കാരിക മാനദണ്ഡങ്ങളും മൂല്യങ്ങളും ലിംഗപരമായ റോളുകൾ, ലൈംഗിക പെരുമാറ്റം, ലൈംഗിക ആരോഗ്യം തുടങ്ങിയ വിശാലമായ സാമൂഹികവും രാഷ്ട്രീയവുമായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ലൈംഗികതയോടുള്ള സാമൂഹിക മനോഭാവങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങളിലും ചരിത്ര കാലഘട്ടങ്ങളിലും വ്യത്യാസമാണ്. ചില സമൂഹങ്ങൾ ലൈംഗികതയോട് കൂടുതൽ അനുവദനീയവും തുറന്നതുമായുള്ള ഒരു സമീപനമാണെങ്കിൽ മറ്റു ചില സമൂഹങ്ങളിൽ ഇത് കൂടുതൽ നിയന്ത്രിതവും യാഥാസ്ഥിതികവുമായിട്ടുള്ള മാനദണ്ഡങ്ങളുള്ള ഒരു പ്രകൃതമാണ്. ഉമാ ചക്രവർത്തിയെക്കുറിച്ചാണ് പറയാനുള്ളത്. പ്രശസ്ത ഇന്ത്യൻ ചരിത്രകാരിയും ഫെമിനിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമാണ് ഉമാ ചക്രവർത്തി. 1940 ഫെബ്രുവരി 5 ന്യൂഡൽഹിയിൽ ജനിച്ച അവർ മിറാൻഡ ഹൗസ്, ദില്ലി സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം നേടി. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് പുരാതന ഇന്ത്യൻ ചരിത്രത്തിൽ PhD നേടുകയും ചെയ്തു. അപ്പോൾ ഉമാ ചക്രവർത്തിയുടെ ഗവേഷണം ലിംഗത്തിൻ്റെയും ജാതിയുടെയും വിഭജനത്തിൽ ആയിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും ദളിതരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയായിരുന്നു അവർ. ഇപ്പോൾ സ്ത്രീകളുടെയും താഴ്ന്ന ജാതിക്കാരുടെയും അനുഭവങ്ങളെ പലപ്പോഴും അവഗണിക്കുകയോ പാർശ്വവൽക്കരിക്കുകയോ ചെയ്ത പരമ്പരാഗത ചരിത്ര ആഖ്യാനങ്ങളെ അവരുടെ കൃതികൾ വെല്ലുവിളിക്കുകയും ഇന്ത്യയിലെ ഫെമിനിസ്റ്റ് ചരിത്രരചനയുടെ വികസനത്തിന് സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും മുൻനിര ഇന്ത്യൻ ഫെമിനിസ്റ്റും സാമൂഹിക പരിഷ്കർത്താവുമായ പണ്ഡിറ്റ് രമാബായിയുടെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് സമഗ്രമായ വിവരം നൽകുന്ന ചരിത്രം മാറ്റിയെഴുതൽ, ദി ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് പണ്ഡിറ്റ് രമാബായി ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് പണ്ഡിറ്റ് രമാബായി എന്ന പുസ്തകമാണ് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ചക്രവർത്തിയുടെ ഏറ്റവും പ്രമുഖ സംഭാവനകളിലൊന്ന്. അപ്പോൾ ഫെമിനിസ്റ്റ് ചരിത്രരചനയിലെ ഒരു പ്രധാന കൃതിയായിട്ട് ഈ ഒരു പുസ്തകം കാണപ്പെടുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിലെ ലിംഗഭേദം, ജാതി, സാമൂഹിക മാറ്റം എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയുള്ള ഒരു വിശകലനത്തിന് ഈ ഒരു പുസ്തകം സഹായിക്കുന്നുണ്ട്. ഇന്ത്യയിലെ സാമൂഹിക നീതിക്കും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന ചക്രവർത്തി ലിംഗസമത്വവും സാമൂഹിക നീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ NGOകളുമായും സാമൂഹിക പ്രസ്ഥാനങ്ങളുമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സാമൂഹിക നീതിക്കും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന ചക്രവർത്തി ലിംഗസമത്വവും സാമൂഹിക നീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ NGOകളുമായും സാമൂഹിക പ്രസ്ഥാനങ്ങളുമായിട്ടും
സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളെയും ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പ്രചാരണങ്ങളിലും സംഭവങ്ങളിലും അവർ ഏർപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ദളിത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ ശക്തമായിട്ട് വാദിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്ര രംഗത്ത് നൽകിയ സംഭാവനകൾക്കും സാമൂഹിക നീതിക്കും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി വാദിച്ചതിനും ചക്രവർത്തി ആനന്ദകുമാര സ്വാമി ഫെലോഷിപ്പ് ഇൻ ഇന്ത്യൻ സ്റ്റഡീസ്, ICSSR നാഷണൽ ഫെലോഷിപ്പ്, ഇന്ത്യൻ അസോസിയേഷൻ ഫോർ വിമൻ സ്റ്റഡീസിൽ നിന്നുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി അവാർഡുകളും ബഹുമതികളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഫെമിനിസ്റ്റ് ചരിത്ര രചന, ലിംഗപഠനം, സാമൂഹ്യനീതി എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ചരിത്രകാരിയും ഫെമിനിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമാണ് ഉമ ചക്രവർത്തി. അവരുടെ കൃതികൾ പരമ്പരാഗത ചരിത്ര ആഖ്യാനങ്ങളെ വെല്ലുവിളിക്കുകയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ദലിതർക്കും ശബ്ദം നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തൻ്റെ ഗവേഷണത്തിലൂടെയും ആക്ടിവിസത്തിലൂടെയും അവർ എണ്ണമറ്റ വ്യക്തികളെ പ്രചോദിപ്പിക്കുകയും ഇന്ത്യയിലെ സാമൂഹിക നീതിക്കും ലിംഗസമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന് ഗണ്യമായിട്ടുള്ള സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് കമ്മിങ് ഔട്ട്? പുറത്തു വരുന്നത് ഒരാളുടെ ലൈംഗിക ആഭിമുഖ്യം, ലിംഗ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സാമൂഹിക മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാത്ത അവരുടെ ഐഡൻറ്റിറ്റിയുടെ മറ്റു വശങ്ങൾ വെളിപ്പെടുത്തുന്ന പ്രക്രിയയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഇത്, കമ്മിങ് ഔട്ട് എന്ന പദം. അപ്പോൾ പുറത്തു വരുന്നത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ലൈംഗിക ആഭിമുഖ്യം, ലിംഗ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സാമൂഹിക മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാത്ത ഐഡൻറ്റിറ്റിയുടെ മറ്റു വശങ്ങൾ എന്നിവയാണ്. അപ്പോൾ ഈ ഒരു പ്രക്രിയ വെല്ലുവിളി നിറഞ്ഞതും പലപ്പോഴും വൈകാരികവും മാനസികവുമായ സമ്മർദ്ദം ഗണ്യമായി ഉൾക്കൊള്ളുന്നതുമാണ്. ഇത് സാധാരണയായി ഒരു വ്യക്തി, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അവരുടെ ലൈംഗികതയെക്കുറിച്ചോ ലിംഗസത്വത്തെക്കുറിച്ചോ പറയുന്നതിനെ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പല വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം പുറത്തു വരുന്നത് അവരുടെ സ്വയം കണ്ടെത്തലിൻ്റെയും സ്വയം ആവിഷ്കാരത്തിൻ്റെയും ഒരു പ്രധാന ഭാഗമാണ്. കൂടുതൽ ആധികാരികമായും പരസ്യമായും ജീവിക്കാനും അവരെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന മറ്റുള്ളവരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനും അവരെ അനുവദിക്കുന്ന ഒരു വിമോചന അനുഭവമാണ് ഈ ഒരു പുറത്തുവരൽ എന്നുള്ളത്. എന്നിരുന്നാലും പുറത്തു വരുന്നത് ബുദ്ധിമുട്ടുള്ളതും സമ്മർദ്ദകരവുമായുള്ള ഒരു അനുഭവമാണ്. പ്രത്യേകിച്ചും വിവേചനം, തിരസ്കരണം അല്ലെങ്കിൽ അക്രമം എന്നിവ ഭയപ്പെടുന്ന വ്യക്തികൾക്ക് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില വ്യക്തികൾ അവരുടെ വ്യക്തിബന്ധങ്ങളോ തൊഴിലവസരങ്ങളോ അപകടപ്പെടുത്തുന്നുവെന്ന് ഭയന്ന് പുറത്തിറങ്ങാതിരിക്കാൻ തീരുമാനിച്ചേക്കാം. മറ്റുള്ളവർ അവരുടെ ലൈംഗികതയോ ലിംഗസത്വമോ അംഗീകരിക്കാത്ത കുടുംബങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ കാര്യമായ വെല്ലുവിളികൾ അവർ നേരിട്ടേക്കാം. അപ്പോൾ വെല്ലുവിളികൾക്കിടയിലും പുറത്തു വരുന്നത് സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യതയിലേക്കും ഉൾക്കൊള്ളലിലേക്കുമുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ്. സ്റ്റീരിയോ ടൈപ്പുകൾ തകർക്കാനും മുഖ്യധാരയിൽ നിന്ന് വ്യത്യസ്തരായ വ്യക്തികളോടുള്ള ധാരണയും സഹാനുഭൂതിയും വർദ്ധിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. സ്വന്തം ഐഡൻറ്റിറ്റിയുമായിട്ട് പോരാടുന്ന വ്യക്തികൾക്ക് കൂടുതൽ പിന്തുണാപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇതുമൂലം സഹായിക്കും. അപ്പോൾ ഈ സമീപ വർഷങ്ങളിൽ പുറത്തു വരുന്ന വ്യക്തികൾക്ക് സുരക്ഷിതവും പിന്തുണയ്ക്കുന്നതുമായ ഇടങ്ങൾ സൃഷ്ടിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയുള്ള അംഗീകാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈവിധ്യമാർന്ന ലിംഗ ഐഡൻറ്റിറ്റികളുടെ ധാരണയും സ്വീകാര്യതയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പിന്തുണാ ഗ്രൂപ്പുകൾ, കൗൺസിലിംഗ് സേവനങ്ങൾ, വിദ്യാഭ്യാസ പരിപാടികൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ പുറത്തു വരുന്നത് സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിൽ ഗണ്യമായ വൈകാരികവും മാനസികവുമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അടങ്ങിയതാണ്. കൂടുതൽ ആധികാരികമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇതൊരു വിവേചന അനുഭവമായിട്ടായിരിക്കും തോന്നുക. ഇത് വിവേചനത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും ഉറവിടമായിരിക്കാം. എന്നിരുന്നാലും പുറത്തു വരുന്ന സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യതയിലേക്കും ഉൾക്കൊള്ളിലേക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പായിരിക്കാം. കൂടാതെ പുറത്തു വരുന്ന വ്യക്തികൾക്ക് ഈ പ്രക്രിയ കഴിയുന്നത്ര ക്രിയാത്മകവും ശാക്തീകരണവുമാക്കാൻ ആവശ്യമായിട്ടുള്ള പിന്തുണയും വിഭവങ്ങളും നൽകേണ്ടത് ആവശ്യമാണ്. ഇനി എന്താണ് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ?
ഹിന്ദു മതത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മതപരമായ ആചാരങ്ങളിൽ പ്രത്യേകിച്ച് ഉയർന്ന ജാതി ബ്രാഹ്മണ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ പുരുഷാധിപത്യ വ്യവസ്ഥയെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിലെ ജാതി ലിംഗ അടിച്ചമർത്തലിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ ഫെമിനിസ്റ്റ് പണ്ഡിതരും ആക്ടിവിസ്റ്റുകളും പലപ്പോഴും ഈ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യം പുരുഷന്മാർ പ്രത്യേകിച്ച് ഉയർന്ന ജാതിയിൽ നിന്നുള്ളവർ സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠരാണെന്നും സ്ത്രീകൾ പുരുഷന്മാർക്ക് കീഴ്പ്പെടേണ്ടവരാണെന്നുള്ള ഒരു ആശയമുണ്ടായിരുന്നു. അപ്പോൾ പുരുഷാധിപത്യത്തിൻ്റെ ഈ സമ്പ്രദായം ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു കൺസെപ്റ്റാണ്. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ലിംഗപരമായുള്ള റോളുകളും പെരുമാറ്റങ്ങളും പറയുന്നുണ്ട്. സ്ത്രീകൾ പലപ്പോഴും ഗാർഹിക മേഖലയിലേക്ക് മാത്രം ഒതുക്കപ്പെടുന്നു. അവരുടെ പ്രാഥമിക പങ്ക് ഭാര്യയുടെയും അമ്മയുടെയും റോളായിട്ട് കണക്കാക്കപ്പെടുന്നു. അവർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണമെന്നും സ്വന്തം ആവശ്യങ്ങളെക്കാൾ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ലിംഗപരമായ അടിച്ചമർത്തലിന് പുറമെ ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യ സമ്പ്രദായം ജാതി ശ്രേണിയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. താഴ്ന്ന ജാതികളിൽ നിന്നുള്ള സ്ത്രീകൾ കൂടുതൽ അടിച്ചമർത്തലും വിവേചനവും അനുഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് താഴ്ന്ന ജാതിയിൽ നിന്നുള്ള സ്ത്രീകൾക്ക് അവരുടെ ചലനങ്ങളിൽ നിയന്ത്രണങ്ങളിൽ നേരിടേണ്ടി വരും. ലൈംഗിക അതിക്രമത്തിന് വിധേയരാകേണ്ടി വരും. വിദ്യാഭ്യാസത്തിനും മറ്റ് അവസരങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ടേക്കാം. ഇപ്പോൾ ഇത്തരത്തിൽ അവരെ വിവേചിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ത്രീധന അതിക്രമം, പെൺശിശുഹത്യ, സതി സമ്പ്രദായം ഇവയുൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള വിവേചനത്തെയും അടിച്ചമർത്തേയും ന്യായീകരിക്കാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യത്തിൻ്റെ വിമർശകർ വാദിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ ചെലവിൽ പുരുഷന്മാർക്ക് ഗുണം ചെയ്യുകയും സാമൂഹിക അസമത്വം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന അധികാരത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും ഈ ഒരു സംവിധാനത്തെ ഇത് നിലനിർത്തുന്നുണ്ടെന്ന് അവർ വാദിക്കുന്നുണ്ട്. അപ്പോൾ ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യത്തെ വെല്ലുവിളിക്കാനുള്ള ശ്രമങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്നുണ്ട്. ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റും പണ്ഡിതരും ഇന്ത്യൻ സമൂഹത്തിലെ ലിംഗഭേദവും ജാതി ചേരുന്ന രീതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ പ്രവർത്തിക്കുന്നുണ്ട്. പുരുഷാധിപത്യ മനോഭാവങ്ങളെയും സമ്പ്രദായങ്ങളെയും വെല്ലുവിളിക്കുന്നതിനും ഇന്ത്യയിൽ കൂടുതൽ ലിംഗസമത്വവും സാമൂഹിക നീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനും ശ്രമിക്കുന്ന ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വികാസത്തിലേക്ക് ഈ ഒരു ശ്രമങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിൽ പ്രത്യേകിച്ച് ഉയർന്ന ജാതി ബ്രാഹ്മണ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു പുരുഷാധിപത്യ സമ്പ്രദായമാണ്. ഇത് ലിംഗപരവും ജാതിപരവുമായ അടിച്ചമർത്തലിനെ ശക്തിപ്പെടുത്തുകയും സ്ത്രീകൾക്കെതിരായ വിവിധ തരത്തിലുള്ള വിവേചനത്തെയും അക്രമത്തെയും ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുരുഷാധിപത്യത്തിൻ്റെ ഈ സമ്പ്രദായത്തെ വെല്ലുവിളിക്കാനുള്ള ശ്രമങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്നു. ഇന്ത്യയിൽ കൂടുതൽ ലിംഗസമത്വവും സാമൂഹിക നീതിയും പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവരിലെ അവബോധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് LGBT എന്നുള്ളതാണ്. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ എന്നിവയുടെ ഒരു ചുരുക്കെഴുത്താണ് LGBT എന്ന് പറഞ്ഞാൽ. ഈ ഐഡൻറ്റിറ്റികളിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ലൈംഗിക ആഭിമുഖ്യത്തിൻ്റെയും ലിംഗസ്വത്വത്തിൻ്റെയും വിശാലമായ സ്പെക്ട്രമായി തിരിച്ചറിയുന്ന വ്യക്തികളെ വിവരിക്കാൻ ഈ ഒരു പദം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പ്രാഥമികമായി മറ്റ് സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്ന സ്ത്രീകളെയാണ് ലെസ്ബിയൻ എന്ന് പറയുന്നത്. ഗേ എന്നത് പ്രാഥമികമായി മറ്റു പുരുഷന്മാരിലേക്ക് ആകർഷിക്കപ്പെടുന്ന പുരുഷന്മാരെയാണ്. ബൈസെക്ഷൽ എന്നത് പുരുഷന്മാരിലേക്കും സ്ത്രീകളിലേക്കും ആകർഷിക്കപ്പെടുന്ന വ്യക്തികളെയാണ്. അതേസമയം ട്രാൻസ്ജെൻഡർ എന്നത് ജനനസമയത്ത് നിയോഗിക്കപ്പെട്ട ലിംഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ലിംഗ ഐഡൻറ്റിറ്റിയുള്ള വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ LGBT കമ്മ്യൂണിറ്റി ചരിത്രപരമായി പല സമൂഹങ്ങളിലും ഗണ്യമായ വിവേചനവും പാർശ്വവൽക്കരണവും നേരിടുന്നുണ്ട്. ഇത് പലപ്പോഴും സാമൂഹികവും നിയമപരവും സാമ്പത്തികവുമായ പോരായ്മകൾക്ക് കാരണമാകുന്നുണ്ട്. തൊഴിൽ വിവേചനം, ആരോഗ്യ പരിരക്ഷയും പാർപ്പിടം നിഷേധിക്കൽ, അക്രമം എന്നിവയുൾപ്പെടെ LGBT വ്യക്തികൾക്കെതിരായ വിവേചനം പല രൂപത്തിൽ കാണാറുണ്ട്. അപ്പോൾ ഈ സമീപ വർഷങ്ങളിൽ LGBT വ്യക്തികളുടെ അവകാശങ്ങൾക്ക് അംഗീകാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്നതിനും LGBT വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ പരിപാലനം, കൗൺസിലിംഗ് സേവനങ്ങൾ, നിയമപരമായ പിന്തുണ എന്നിവയുൾപ്പെടെ LGBT വ്യക്തികൾക്ക് പിന്തുണയും വിഭവങ്ങളും നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വർദ്ധിച്ച് വരികയാണ്.
ഈ മുന്നേറ്റങ്ങൾക്കിടയിലും പല LGBT വ്യക്തികളും ഇപ്പോഴും കാര്യമായ വെല്ലുവിളികളും വിവേചനവും നേരിടുന്നുണ്ട്. വംശീയ അല്ലെങ്കിൽ വംശീയ ന്യൂനപക്ഷ ഗ്രൂപ്പുകളിൽ നിന്നുള്ള LGBT വ്യക്തികൾ പോലും ന്യൂനപക്ഷ വ്യക്തികൾക്കുള്ള വിവേചനം കഠിനമായതാണ്. വ്യക്തികൾ അവരുടെ ലൈംഗിക ആഭിമുഖ്യം, ലിംഗ ഐഡന്റിറ്റി, വംശീയത അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഒന്നിലധികം തരത്തിലുള്ള വിവേചനവും പാർശ്വവൽക്കരണവും നേരിടേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്റർസെക്ഷുവാലിറ്റി അഭിസംബോധന ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അംഗീകാരവും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ LGBT കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി എന്താണ് പാട്രിയാർക്കി? ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.